മദ്രസകൾക്കെതിരായ ബാലാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെ ആഞ്ഞടിച്ച് സുപ്രീം കോടതി. കുട്ടികൾക്ക് മതപഠനം പാടില്ലെന്നാണോ നിലപാട്? ബാലാവകാശ കമ്മീഷനോട് കോടതി ചോദിച്ചു. മറ്റ് മതവിഭാഗക്കാർക്കും വിലക്ക് ബാധകമാണെന്നും മദ്രസയുടെ കാര്യത്തിൽ മാത്രമെന്താണ് ആശങ്കയെന്നും കോടതി ചോദിച്ചു. ജീവിക്കാൻ അനുവദിക്കുക എന്നതാണ് മതേതരത്വമെന്നും ചീഫ് ജസ്റ്റിസ് DYF ചന്ദ്രചൂഡ് ചൂണ്ടിക്കാട്ടി. ഉത്തർപ്രദേശ് മതവിദ്യാഭ്യാസ നിയമം റദ്ദാക്കിയ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിക്കെതിരെയുള്ള ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് കോടതി ഈ പരാമർശനങ്ങൾ നടത്തിയത്. മദ്രസകളുടെ കാര്യത്തിൽ മാത്രമാണോ ആശങ്കയെന്നും സന്യാസിമഠങ്ങളിലും മറ്റും കുട്ടികളെ അയക്കുന്നതിനെതിരെ നിർദ്ദേശമുണ്ടോയെന്നും ചീഫ് ജസ്റ്റിസ് DYF ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ JB പാർദിവാല, മനോജ് മിശ്ര എന്നിവരുടെ ബെഞ്ച് ആരാഞ്ഞു. മദ്രസകളിൽ നിന്ന് വിദ്യാർത്ഥികളെ സർക്കാർ സ്കൂളിലേക്ക് മാറ്റണം എന്നടക്കമുള്ള ഉത്തരവാദിത്തങ്ങൾ UP സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. അത്തരത്തിൽ നിർബന്ധം പിടിക്കാനാവില്ല. മതപഠനം ഭരണഘടന അനുവദിച്ചിട്ടുള്ളതാണ്. വിവിധ സംസ്കാരങ്ങളും മതങ്ങളും ഇഴകിച്ചേർന്നതാണ് നമ്മുടെ രാജ്യം. അതിനെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഹർജികൾ സുപ്രീം കോടതി വിധി പറയാനായി മാറ്റി. മദ്രസകൾക്കെതിരെ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം കമ്മീഷന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളും സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു. UP സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്ത് ജംഇയ്യത്തുൽ ഉലമ ഹിന്ദാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കമ്മീഷൻ അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ സ്വീകരിച്ച നടപടികളും സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. കമ്മീഷന്റെ കത്തും അതിന്റെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ച നടപടികളും ചോദ്യം ചെയ്ത് ജമാഅത്ത് ഉലമ ഹിന്ദ് നൽകിയ ഹർജിയിലായിരുന്നു സുപ്രീം കോടതിയുടെ മറുപടി. വിദ്യാഭ്യാസ മദ്രസകളുടെ അംഗീകാരം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ 7 UP സർക്കാരിനും ജൂൺ 25 കേന്ദ്ര സർക്കാരിനും കമ്മീഷൻ കത്തയച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ UPനും ത്രിപുരയുമാണ് നടപടി ആരംഭിച്ചത്. കമ്മീഷൻ ആവശ്യപ്പെട്ട പ്രകാരം നടപടി ആവശ്യപ്പെട്ട് ജൂലൈ 10 കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരുന്നു. ഇതെല്ലാം ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജമാഅത്ത് ഉലമ ഹിന്ദ് സുപ്രീം കോടതിയിലെത്തിയത്.